നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എക്സസൈസ് 9.3-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. എ മിൽക്ക് ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ whose radius is 1.5 meter and length is 7 meter. Find the quantity of milk in liters that can be stored in the tank. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സിലിണ്ടർ ഷേപ്പിലുള്ള മിൽക്ക് ടാങ്കിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ടാങ്കിൽ എത്ര ലിറ്റർ മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിലിണ്ടർ ആകൃതിയിലുള്ള ടാങ്ക് ആണ്. സോ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണ് റേഡിയസ് തന്നിട്ടുള്ളത്. റേഡിയസ് r is equal to 1.5 meter and then നെക്സ്റ്റ് ലെങ്ത് 7 മീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് 7 മീറ്റർ. ലെങ്ത് തന്നെയാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഹൈറ്റ് h is equal to 7 മീറ്റർ. ദെൻ കണ്ടുപിടിക്കേണ്ടത് മിൽക്ക് എത്ര ലിറ്റർ ഇതിൽ കൊള്ളും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദറ്റ് ഈസ് വോളിയം. വോളിയം ഈസ് ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. കാരണം സിലിണ്ടർ ഷേപ്പിലുള്ള ടാങ്ക് ആണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. പൈ ആർ സ്ക്വയർ എച്ച്. വാല്യൂസ് അപ്ലൈ ചെയ്യാം. പൈ ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 7. പൈയുടെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7 ആണ്. റേഡിയസ് ആർ സ്ക്വയർ. റേഡിയസ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ. ഇവിടെ 1.5 എന്നുള്ളത് ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത്. സോ 15 ഡിവൈഡഡ് ബൈ എന്തായി മാറും? ഇത് 10 ആയി മാറും. ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും. കാരണം ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ 1 0 വന്നത്. ദറ്റ് ഈസ് 10. 15 ഡിവൈഡഡ് ബൈ 10. 1.5ന് പകരം 15 ഡിവൈഡഡ് ബൈ 10 എഴുതിയാൽ മതി. 15 ഡിവൈഡഡ് ബൈ 10 ഹോൾ സ്ക്വയർ. r സ്ക്വയർ ആണ്. സോ 15 ഡിവൈഡഡ് ബൈ 10 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. 7 മീറ്റർ ഈക്വൽ ടു 22 divided by 7 into 15 divided by 10 into 15 divided by 10 into 7. ലും അതുപോലെ തന്നെ 10ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10ൽ 5 times 2 വരും. അതുപോലെ 22ൽ 11 into 2 is 22 and 7ഉം കട്ടായി പോവും. Then 5 how many times in 15? 3 times. 10 in 5 2 times and 15 3 times. That's equal to remaining numbers 10 11 into 3 into 3 divided by 2. That is 99 divided by 2. 3 into 3 9 and 11 into 9 is 99 divided by 2. 99 divided by 2. 4 into 2 is 8. Then 9 minus 8 is 8, 1 and 9 എടുക്കുക. Then 9 into 2 is 18.
19 minus 80 is 1. Then ഡെസിമലിലേക്ക് മാറ്റാം. ദെൻ 0 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് ഇടുക. ദെൻ 2 into 5 into 2 is 10. That's it. 0. Volume is 49.5 meter cube. വോളിയമാണ് കണ്ടുപിടിച്ചത്. ടാങ്കിലെ എത്ര ക്വാണ്ടിറ്റി, മിൽക്ക് ടാങ്കിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതായത് വോളിയമാണ് കണ്ടുപിടിച്ചത്. ദെൻ അതിനെ നമ്മൾക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് അതിന്റെ കപ്പാസിറ്റി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. Capacity in liters is equal to cube is equal to 1 meter cube is equal to 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് ഏതിന് ഈക്വൽ ആണ്? 1000 ലിറ്ററിന് ഈക്വൽ ആണ്. ഇവിടെ എത്ര മീറ്റർ ക്യൂബാണ് നമ്മൾക്ക് വോളിയം കിട്ടിയത്? 49.5 മീറ്റർ ക്യൂബാണ് വോളിയം കിട്ടിയത്, വോളിയമായിട്ട് വരുന്നത്. ഇതിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സോ 49.5 മീറ്റർ ക്യൂബ് into 1000 liter. അതായത് 1 മീറ്റർ ക്യൂബ് is 1000 liter. Then 49.5 meter cube is 49.5 into 1000 liter. 49.5 into 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് മുന്നിലേക്ക് വരണം. ദാറ്റ് ഈസ് 49.500. അതായത് പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് റൈറ്റിലേക്ക് വരണം. ദാറ്റ് ഈസ് 49,500. ആൻസർ ഈസ് 49,500 ലിറ്റർ. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.